രാഹുൽ ഗാന്ധിയെപ്പറ്റി തന്നെ വീണ്ടും സംസാരിക്കാൻ നിർബന്ധിതനായിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ ലോക്സഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അതിമനോഹരമായ പ്രകടനം, നിർമ്മല സീതാരാമൻ്റെ ബജറ്റിനെ കീറിമുറിച്ചുകൊണ്ട് പിച്ചു ചീർത്തിക്കൊണ്ട് അദ്ദേഹം ലോക്സഭയിൽ സംസാരിച്ചത്, നന്ദി പ്രമേയ ചർച്ചയിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ഓർമ്മയുണ്ടല്ലോ. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്നലത്തെ പ്രസംഗവും ഇന്ത്യ കേട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതേപ്പറ്റി പറയാതെ നമുക്ക് കടന്നു പോകാനാവില്ല. ചേതൻ ഭഗത് എന്ന എഴുത്തുകാരൻ അല്ലെങ്കിൽ കോളമിസ്റ്റ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെക്കുറിച്ചൊരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യയിൽ. പിന്നീടത് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിലും വന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത്, കഴിവില്ലാത്ത ഒരു പപ്പുവിൽ നിന്ന് ആരെയും കൂസാത്ത ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധി തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ്. അദ്ദേഹം അതിനുപയോഗിച്ച വാക്ക്, ഈ പപ്പുവിൽ നിന്ന് കടാക്കത്ത് നേതാവായിട്ട് അദ്ദേഹം വളർന്നിരിക്കുന്നു എന്നാണ്. രാഹുൽ ഗാന്ധി ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഭാവിയിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ സാധ്യതയുണ്ട് എന്നാണ് ചേതൻ ഭഗത് പറഞ്ഞു വെച്ചത്. രാഹുൽ ഗാന്ധിയുടെ മാറ്റങ്ങൾ 3 വീക്ഷണകോണത്തിലാണ് ചേതൻ ഭഗത് കാണുന്നത്. ഒന്ന്, ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ടായ വലിയ മാറ്റം, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ വന്ന വികാസം. അദ്ദേഹം പറയുന്ന, നേരത്തെ രാഹുൽ ഗാന്ധി ആളുകളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുമായിരുന്നില്ല ആദ്യഘട്ടത്തിൽ. അതൊരു ആത്മവിശ്വാസക്കുറവിൻ്റെ ലക്ഷണമാണ്. ഇപ്പോൾ അദ്ദേഹം ആളുകളുമായി ഐ കോണ്ടാക്റ്റ് ഉണ്ട്, നേരിട്ട് കണ്ണിൽ നോക്കി സംസാരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ നിർഭയനായ ഒരു നേതാവാണ്, കൂസലില്ലാത്ത നേതാവ്. വളരെ ഗഹനമായ വിഷയങ്ങൾ പോലും ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കാൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുണ്ട്. അതുപോലെ ഈ വളരെ മതപരമായ വിഷയങ്ങൾ, അത് BJPയുടെ ഒരു വിഷയമാണത്. അത് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മതപരമായ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ, പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് BJPയെ തന്നെ നേരിടുന്ന ഒരു നേതാവായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു. കഴിഞ്ഞ പ്രസംഗത്തിലൊക്കെ നമ്മളത് കണ്ടതാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, നമ്മുടെ ജനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ മാറ്റം. 2014 മോദി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയായിരുന്നു. വൻ വികസനം അവർ പ്രതീക്ഷിച്ചു. ഉൽപ്പാദന രംഗത്ത്, നമ്മുടെ സാമ്പത്തിക രംഗത്ത്, ഇവിടെയൊക്കെ വൻ നേട്ടങ്ങൾ, നല്ല റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അവർ കരുതി. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. പലരും അതിൽ നിരാശരാണ്. ആ സാഹചര്യത്തിൽ ഒരു ബദൽ ശബ്ദം കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. BJP അല്ലാതെ മറിച്ചൊരു ശബ്ദം, അല്ലെങ്കിൽ മറിച്ചൊരു ശക്തി ഉയർന്നു വരുന്നത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മൂന്നാമത്, ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ ബ്രാൻഡ് മൂല്യം, അത് വർദ്ധിപ്പിക്കുന്നതിന് BJP തന്നെ നടത്തുന്ന ചില ശ്രമങ്ങൾ. ചിലപ്പോൾ അങ്ങനെയാണ്. ഒരാൾ നേതൃപദവിയിലേക്ക് വളർന്നു വരുന്നത് വലിയ പ്രതിസന്ധികളെ നേരിട്ട് അതൊക്കെ തരണം ചെയ്ത് വരുമ്പോഴാണ്. അപ്പോഴാണ് ഒരു നേതാവ് ഒരു ഹീറോ ആയിട്ട് മാറുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് വലിയ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത് അദ്ദേഹത്തെ അപഹസിച്ചുകൊണ്ട്, അവമാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട്, അങ്ങനെ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആളിനെ തടയുന്നതിന് BJP നടത്തുന്ന ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് വാല്യൂ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ഈ 3 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ സാധിക്കുമെന്ന് ചേതൻ ഭഗത് സമർത്ഥിക്കുന്നത്. ഏതാണ്ട് അദ്ദേഹം പറഞ്ഞ നിർഭയനായ നേതാവിനെയാണ് കഴിഞ്ഞ ദിവസം, അതായത് ബജറ്റ് സമ്മേളനത്തിൻ്റെ ചർച്ചയിൽ നമ്മൾ പാർലമെൻറ്റിൽ കണ്ടത്, ലോക്സഭയിൽ കണ്ടത്. ഇന്ത്യൻ ജനത അല്ലെങ്കിൽ ഇന്ത്യ ഒരു ആധുനിക ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ മഹാഭാരത കഥയിൽ വിവരിക്കുന്ന സേനാവിന്യാസങ്ങളിലൊന്നാണ്. ചക്രം പോലെ കറങ്ങുന്ന ഒരു സേനാവ്യൂഹമാണ്.
അത്തരത്തിലുള്ളൊരു സൈനിക വിന്യാസത്തിനുള്ളിലേക്ക് കടക്കാൻ പ്രത്യേക പരിശീലനം വേണം, കടക്കാൻ പ്രത്യേക കഴിവ് വേണം, അറിവ് വേണം. അതുപോലെ തന്നെ ഒരിക്കൽ കടന്നു കഴിഞ്ഞാൽ പുറത്തു വരാനും പ്രത്യേക കഴിവുകൾ വേണം, അല്ലെങ്കിൽ അതേപ്പറ്റി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അർജുനൻ്റെ മകൻ അഭിമന്യുവിന് അത് സാധിക്കാതെ പോയി. അദ്ദേഹത്തിന് ചക്രവ്യൂഹത്തിൽ കടക്കാൻ അറിയാമായിരുന്നു, പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരാനുള്ള അറിവ് ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, കർഷകർ, ചെറുപ്പക്കാർ, പിന്നോക്ക സമുദായക്കാർ, ദളിതർ, അതുപോലെ ചെറുകിട അല്ലെങ്കിൽ ഇടത്തരം വ്യവസായികൾ, കച്ചവടക്കാർ, ഇവരൊക്കെ ഈ ചക്രവ്യൂഹത്തിൽ വന്ന് അകപ്പെട്ടിരിക്കുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിലെ ഈ ചക്രവ്യൂഹം സൃഷ്ടിച്ച 6 പേരെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഒന്നാമത് പ്രധാനമന്ത്രി മോദി, രണ്ടാമത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മൂന്നാമത് RSSൻ്റെ തലവൻ മോഹൻ ഭാഗവത്, നാലാമത് നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ, അഞ്ചാമതും ആറാമതും സ്ഥാനങ്ങളിൽ 2 പ്രധാന വ്യവസായികളാണ്, ഒന്ന് അദാനിയും ഒന്ന് അംബാനിയും. ഈ ബജറ്റ് തന്നെ അവർക്ക് വേണ്ടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചേതൻ ഭഗത്ത് ചൂണ്ടിക്കാട്ടിയ കാര്യം നാം കാണുന്നത്. അതായത് മഹാഭാരതത്തിനുള്ളൊരു കഥാംശം അല്ലെങ്കിൽ ഒരു ബിംബം എടുത്തുകൊണ്ട് അത് വെച്ച് BJP സർക്കാരിനെ ആക്രമിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ധൈര്യം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അക്കാര്യത്തിൽ കാട്ടിയ മികവ്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനിടയിൽ ഒരു ചിത്രം ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അത് സ്പീക്കർ ഓം ബിർള അപ്പോഴൊക്കെ തടയുന്നുമുണ്ട്. അത് നമ്മുടെ ബജറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൽ സഹകരിച്ച ആളുകൾ ജോലി തീർന്നതിന് ശേഷം ഹൽവ ഉണ്ടാക്കുന്ന ഒരു രംഗമാണ്. അതൊരു പതിവാണ്. ബജറ്റ് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ അതിൽ പങ്കെടുത്തവരെല്ലാവരും കൂടി ചേർന്നൊരു ഹൽവ ഉണ്ടാക്കുക എന്നുള്ളത്, അതിൻ്റെ ഒരു ചിത്രമാണ് അദ്ദേഹം ഉയർത്തി കാണിച്ചത്. ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ OBC-കാരൊന്നും കാണുന്നില്ലല്ലോ, ന്യൂനപക്ഷക്കാരെ കാണുന്നില്ലല്ലോ, പിന്നാക്ക വിഭാഗക്കാരെ കാണുന്നില്ലല്ലോ ഈ ചിത്രത്തിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അവിടെ പറഞ്ഞു വെച്ചത് ഈ ബജറ്റ് ഹൽവ, അതായത് ഈ ബജറ്റ് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതല്ല, ഇന്ത്യയിലെ വലിയ അതിസമ്പന്നന്മാർക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുക എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഭരണപക്ഷം എടുത്ത തന്ത്രം. അത് അങ്ങനെ തന്നെയാണ് എപ്പോഴും. രാഹുൽ ഗാന്ധിയെ തടയുക, പ്രസംഗിക്കാൻ മാത്രമല്ല, അദ്ദേഹം ഉയർന്നു വരുന്നതിനെ തടയാനാണ് തുടക്കം മുതൽ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ലോക്സഭയിൽ അദ്ദേഹം സംസാരിക്കുന്നത് തടയാൻ ഭരണപക്ഷം ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സ്പീക്കർ ഓം ബിർള തന്നെ പലവട്ടം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഇടപെട്ടു, നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അതിലൊന്ന് ഈ ചക്രവ്യൂഹം ഉണ്ടാക്കിയ ആളുകളെ പറ്റി പറയുമ്പോഴാണ്, സഭയിൽ ഇല്ലാത്ത ആളുകളെക്കുറിച്ച് പറയരുത് എന്ന് നിർദ്ദേശിച്ചുകൊണ്ട്. അങ്ങനെയാണ് ചട്ടം, സഭയിലില്ലാത്ത ആളുകളെക്കുറിച്ച് പറയാൻ പാടില്ല. പക്ഷേ ആരും അങ്ങനെയല്ല പ്രസംഗിക്കുന്നത്. ഭരണപക്ഷം പലപ്പോഴും നെഹ്റുവിനെക്കുറിച്ച്, ഇന്ദിരാഗാന്ധിയെക്കുറിച്ച്, ആരെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് പാർലമെൻറ്റിൽ ഇരുസഭകളിലും അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നിയമസഭകളിൽ പരാമർശങ്ങൾ നടത്തുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറയുമ്പോൾ അതിൽ ഇടപെടുന്ന ഒരു രീതി. അദ്ദേഹം പറഞ്ഞു, ഞാൻ അംബാനിയെക്കുറിച്ചും അദാനിയെക്കുറിച്ചും പറയുന്നതാണ് ഇഷ്ടപ്പെടാതെ പോകുന്നതെങ്കിൽ ഞാൻ A1 A2 എന്ന് പറയാം. ഉടനെ കിരൺ റിജ്ജു, നമ്മുടെ പാർലമെൻ്ററി കാര്യ മന്ത്രിയാണ്, അദ്ദേഹം എഴുന്നേറ്റിട്ട് അങ്ങനെ പറയുന്നത് A1 A2 എന്ന് പറയുന്നത് നമ്മുടെ സ്പീക്കറെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നൊരു വാദമാണ് ഉന്നയിച്ചത്. അങ്ങനെ ഭരണപക്ഷത്തു നിന്നുള്ള വലിയ എതിർപ്പിനെ നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രസംഗം പൂർത്തിയാക്കിയത്. ഭരണപക്ഷം മറ്റൊരടവ് പ്രയോഗിക്കുന്നുണ്ട്. അതായത് ജാതി സെൻസസിനെ കുറിച്ച് പറയുമ്പോൾ, അതുപോലെ അഗ്നിവീറുകളെ പറ്റി പറയുമ്പോൾ, ഹൽവ നിർമ്മാണത്തിൻ്റെ ചിത്രത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. ഇന്ത്യയെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് പ്രധാനമന്ത്രി മോദി മാത്രമാണെന്നാണ്. നമ്മുടെ പ്രധാനമന്ത്രി മോദി
ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ സ്വത്തും പണവും അവർ പിടിച്ചെടുക്കുമെന്നും അത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നും പ്രചാരണ പ്രസംഗങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി നയിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളാണ് പാർലമെൻറ്റിൽ പറയുന്നത് രാഹുൽ ഗാന്ധി വിഭജനത്തിന് വേണ്ടി നിൽക്കുന്നു, അതുപോലെ തന്നെ മോദി ഇന്ത്യയെ ഒരുമിപ്പിച്ച് നിർത്തുന്നു എന്ന്. ഭരണപക്ഷവും സ്പീക്കറും പറയുന്ന മറ്റൊരു കാര്യം, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന പദവിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് വേണം സംസാരിക്കാനെന്നാണ്. എന്താണതിൻ്റെ അർത്ഥം? ഈ പദവിയുടെ അന്തസ്സ് എന്ന് പറയുന്നത് കൊണ്ട് സ്പീക്കറോ അല്ലെങ്കിൽ കിരൺ റിജിജുവോ അല്ലെങ്കിൽ ഭരണപക്ഷമോ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് ഭരണപക്ഷത്തെ, സർക്കാരിനെ പിന്താങ്ങണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സർ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്നത് സർക്കാരിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും പരാജയങ്ങളും ചൂണ്ടിക്കാണിക്കാനും പറ്റുമെങ്കിൽ അതിന് പരിഹാരം നേടിയെടുക്കാനുമാണ്. അല്ലാതെ നിങ്ങളെ സന്തോഷിപ്പിക്കാനല്ല, നിങ്ങളെ സുഖിപ്പിക്കാനല്ല. ഈ ബജറ്റ് അംബാനിക്കും അദാനിക്കും അതുപോലെയുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഈ ബജറ്റിലൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അത് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറയേണ്ട കാര്യമാണ്. പിന്നെ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി പദവി പ്രതിപക്ഷ നേതാവിൻ്റെ പദവി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെക്കുറിച്ച് പല ചാനലുകളിലും ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നിൽ ചേതൻ ഭഗത്ത് ഈ അഭിപ്രായങ്ങൾ, അദ്ദേഹം നേരത്തെ പറഞ്ഞ അഭിപ്രായങ്ങൾ ആവർത്തിക്കുന്നത് കാണുകയുണ്ടായി. അതെ, മാറിയ ഒരു രാഹുൽ ഗാന്ധി, BJP-യെക്കുറിച്ചുള്ള അമിത പ്രതീക്ഷയിൽ നിന്ന് വിമുക്തമായ ജനങ്ങൾ, അതുപോലെ തന്നെ പല കാരണങ്ങളാൽ ഉയരുന്ന രാഹുൽ ഗാന്ധിയുടെ ബ്രാൻഡ് വാല്യൂ, ഈ അനുകൂല സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കടന്നു വരുന്നത്. അതാണ് ചേതൻ ഭഗത്ത് പറയുന്നത്. ചീട്ടുകൾ നന്നായി കളിച്ചാൽ അദ്ദേഹത്തിന് അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ കഴിയും എന്ന്. ഇവിടെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു വാചകം നാം കൂട്ടി വായിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഈ ചക്രവ്യൂഹം തകർക്കാൻ കഴിവുള്ള അർജുനന്മാർ ഇവിടുത്തെ ജനങ്ങളാണ്. ഞങ്ങൾ ഇന്ത്യ മുന്നണി ഈ ചക്രവ്യൂഹം തകർക്കുക തന്നെ ചെയ്യും.